എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇടിച്ചക്ക വെച്ചിട്ടുള്ള വറുത്തരച്ച കറിയാണ്. സാധാരണ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇടിച്ചക്ക വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനൊരു ചെറിയ ഇടിച്ചക്കയാണ് എടുത്തത്. അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ്. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇടിച്ചക്ക കുക്കറിലിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇത്രയും ചേർത്തിട്ട് ഒരു 2 വിസിലോളം നമ്മൾ അടുപ്പിക്കണം. ഇടിച്ചക്ക ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ചില ചക്കകൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വേവിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അങ്ങനെ നമ്മളുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ 2 ചെറിയ ഉള്ളി, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം, 1/2 ടീസ്പൂണോളം കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് കളറ് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയിട്ട് വരണം. തേങ്ങ നല്ല ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഒരു 1/4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് മുളകും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ മുളക് ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് തണുത്ത ശേഷം അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതൊന്ന് ഫ്രൈ ആയ ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു സവാള, ചെറിയൊരു സവാളയാണ് അരിഞ്ഞതാണ് ചേർത്തത്. സവാളയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒരു 2 തണ്ടോളം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമ്മൾ ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് ഉപയോഗിച്ചത്, അതുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ആവശ്യത്തിന് എത്ര നമുക്ക് വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എത്ര വെള്ളം വേണോ, അതായത് കറിയിൽ എത്ര വെള്ളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കട്ടിയായിട്ടാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇടിച്ചക്കയിൽ നമ്മൾ ഉപ്പും വെള്ളവും ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാൻ കറിയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് കട്ടിയായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തിളപ്പിക്കാം. കറി ഒന്ന് തിളച്ച ശേഷം നമുക്ക് തീ താഴ്ത്തി വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം വെള്ളം വറ്റി എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റോളം ചെറിയ തീയിൽ വേവിച്ചെടുത്തതാണ്. ഇടിച്ചക്കയിലേക്കൊക്കെ നല്ല മസാല ഇറങ്ങിയിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഈ കറിയിലേക്കൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക്, ചുവന്ന മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിനെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ചക്ക സീസണും കൂടിയാണല്ലോ. അപ്പോൾ ഇടിച്ചക്ക കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്